പതിവില്ലാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ജോലി സ്ഥലത്തേക്ക് ഒരു ഫോൺ കോൾ വന്നു. അമ്മയായിരുന്നു. അമ്മ ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞു, "എന്താ അമ്മേ?" അമ്മ പറഞ്ഞു, വളരെയധികം സന്തോഷവതിയായിരുന്നു. എന്തുകൊണ്ടോ നല്ല സന്തോഷകാര്യം പറയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം ഇതായിരുന്നു. ചേച്ചിയുടെ മകന് 10ാം ക്ലാസ്സിൽ 10 വിഷയത്തിന് എ പ്ലസ്. 10 എ പ്ലസ് നേടി അവൻ അതിഗംഭീരമായി എസ്എസ്എൽസി പാസ്സായിട്ടിരിക്കുന്നു. ഒരു നിമിഷം ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 3 എ പ്ലസും ഒരു എയും ആയിരുന്നു. ബാക്കിയെല്ലാം ബി പ്ലസ്, ബി, ബി ബി, സി അതൊക്കെയായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു. ഞാൻ 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് അറിയുന്ന സമയം എവിടെയായിരുന്നു? അപ്പോഴത്തേക്ക് ചിന്തകൾ പതുക്കനെ പഴയ ഓർമ്മകളിലേക്ക് പോയി. 10ാം ക്ലാസ് റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ കൊല്ലത്തൊരു ചെരുപ്പുകടയിൽ ജോലി ചെയ്യുമായിരുന്നു. കൊല്ലം ടൗണിൽ തന്നെയുള്ള ഒരു ചെരുപ്പുകടയിൽ ജോലി ചെയ്യുന്നു. ദിവസം 100 രൂപ വേതനം. നമ്മളറിയുന്നില്ല. അന്ന് നമ്മുടെ കയ്യിൽ ഫോണും ഇല്ല. അങ്ങനെ 10ാം ക്ലാസ് റിസൾട്ടിന്റെ അറിയാൻ കടയിൽ ഒരു അണ്ണൻ്റെ കയ്യിൽ അണ്ണാ 10 രൂപയുണ്ട്. ആ കഫേയിൽ പോയിട്ട് എൻ്റെ റിസൾട്ട് എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ എഴുതി കൊടുത്തു. എൻ്റെ റിസൾട്ട് വരാൻ നേരത്തൊന്ന് പറഞ്ഞേക്കണേ അണ്ണാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3:30 4 മണിയായപ്പോൾ അണ്ണ റിസൾട്ട് കൊണ്ടുവന്ന് പറഞ്ഞു, "ഡാ നീ പാസ്സായടാ. നീ 10ാം ക്ലാസ് പാസ്സായി." നമ്മളന്ന് അനുഭവിച്ച സന്തോഷമൊന്നും ഇന്നത്തെ കുട്ടികളൊന്നും അനുഭവിക്കത്തില്ല. കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഒരു 10ാം ക്ലാസ് പാസ്സായി. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. 10ാം ക്ലാസ് പാസ്സായി, പിന്നെ +2 പാസ്സായി. അതിനുശേഷം ഒരു പരീക്ഷ എഴുതി, PSC. കഷ്ടകാലത്തിന് വീട്ടിൽ വരാൻ നേരത്ത് ആ PSC പരീക്ഷയും ക്യാൻസലും ചെയ്തു തന്നു. സർക്കാർ വളരെയധികം നമ്മളെ സഹായിച്ചു. പിന്നെ അതിനുശേഷം എഴുതാനൊന്നും പോയിട്ടില്ല PSC ഒന്നും. എന്തോ മുൻഗണന ഇല്ലാത്തത് കൊണ്ടാണോ, എഴുതിയിട്ട് കിട്ടത്തില്ല എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണോ, അതോ എഴുതിയിട്ട് ഒരു കാര്യമില്ലാത്തത് കൊണ്ടാണോ നമ്മൾ എഴുതാൻ പോയിട്ടില്ല. നമ്മൾ ഇന്നും പഴയപടി തന്നെ. അപ്പോൾ പരീക്ഷ ജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.